എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 19-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ. വിലാപഗാനം. ഇസ്രായേലിലെ പ്രഭുക്കന്മാരെ കുറിച്ച് നീ ഒരു വിലാപഗാനം ആലപിക്കുക. നിന്റെ അമ്മ സിംഹങ്ങളുടെ ഇടയിൽ ഒരു സിംഹിയായിരുന്നു. യുവസിംഹങ്ങളുടെ ഇടയിൽ അവൾ തന്റെ കുട്ടികളെ വളർത്തി. അവയിലൊന്ന് ഒരു യുവസിംഹമായി വളർന്ന് ഇര പിടിക്കാൻ ശീലിച്ചു. അവൻ മനുഷ്യരെ വിഴുങ്ങി. ജനതകൾ അവനെ പറ്റി കേട്ടു. അവൻ അവരുടെ കുഴിയിൽ വീണു. കൊളുത്തിട്ട് വിലപിച്ച് അവനെ അവർ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി. കാത്തിരുന്ന പ്രതീക്ഷയറ്റപ്പോൾ അവൾ മറ്റൊരു കുട്ടിയെ യുവസിംഹമായി വളർത്തിയെടുത്തു. അവൻ സിംഹങ്ങളുടെ ഇടയിൽ സഞ്ചരിച്ച് ഒരു യുവസിംഹമായി വളർന്നു. അവൻ ഇര തേടാൻ ശീലിച്ചു. മനുഷ്യരെ വിഴുങ്ങി. അവൻ അവരുടെ കോട്ടകൾ നശിപ്പിക്കുകയും നഗരങ്ങൾ ശൂന്യമാക്കുകയും ചെയ്തു. അവന്റെ ഗർജനം കേട്ട് ദേശവും ദേശവാസികളും ഭയചകിതരായി. ജനതകൾ എല്ലാ ദിക്കുകളിലും നിന്ന് അവനെതിരെ പുറപ്പെട്ടു. അവർ അവന്റെ മേൽ വലവീശി. അവൻ അവരുടെ കുഴിയിൽ വീണു. കൊളുത്തുകളിട്ട് കൂട്ടിലടച്ച് അവർ അവനെ ബാബിലോൺ രാജാവിന്റെ അടുത്ത് കൊണ്ടുചെന്നു. ഇസ്രായേൽ മലകളിൽ അവന്റെ സ്വരം മേലിൽ കേൾക്കാതിരിക്കാൻ വേണ്ടി അവനെ അവർ തുറുങ്കിലടച്ചു. നിന്റെ അമ്മ ജലാശയത്തിനടുത്ത് നട്ടിരുന്ന മുന്തിരിച്ചെടി പോലെയാണ്. ധാരാളമായി വെള്ളം കിട്ടിയത് മൂലം അത് വളർന്ന ശാഖകൾ വീശി നിറയെ ഫലം പുറപ്പെടുവിച്ചു. ഭരണാധിപന്മാരുടെ ചെങ്കോലിനുതകും വിധം ബലമേറിയ കൊമ്പുകൾ അതിന്മേലുണ്ടായി. തഴച്ചു വളർന്ന കൊമ്പുകൾക്കിടയിലൂടെ അത് തലയുയർത്തി നിന്നു. ധാരാളം ശാഖകളോടെ അത് ഉയർന്നു കാണപ്പെട്ടു. എന്നാൽ അത് ക്രോധത്തോടെ പിഴുതെറിയപ്പെട്ടു. കിഴക്കൻ കാറ്റ് അതിനെ ഉണക്കി. അതിന്റെ പഴങ്ങൾ പൊഴിഞ്ഞുപോയി. അതിന്റെ ബലമേറിയ കൊമ്പുകൾ ഉണങ്ങിപ്പോയി. അഗ്നി അവയെ ദഹിപ്പിച്ചു കളഞ്ഞു. അതിനെ ഇപ്പോൾ മരുഭൂമിയിൽ ഉണങ്ങി വരണ്ട മണ്ണിൽ നട്ടിരിക്കുന്നു. അതിന്റെ ഒരു ശാഖയിൽ നിന്ന് തീ പുറപ്പെട്ട് ഫലങ്ങൾ ദഹിപ്പിച്ചു കളഞ്ഞു. ഭരണാധിപന് ചെങ്കോലായി തീരത്തക്ക വിധം ബലമേറിയ കൊമ്പൊന്നും അതിൽ അവശേഷിച്ചിട്ടില്ല. ഇത് ഒരു വിലാപഗീതമാണ്, വിലാപഗീതമായിരിക്കുകയും ചെയ്യും.